മലപ്പുറം കൂരിയാട് തകർന്ന ദേശീയപാത റോഡ് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരും ജില്ലാ കലക്ടറും ഇന്ന് സന്ദർശിക്കും. രാവിലെ സ്ഥലത്തെത്തുന്ന ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധന നടത്തും. പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ കൂടുതൽ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തും. നാട്ടുകാരുമായി ജില്ലാ കലക്ടർ കൂടിക്കാഴ്ച നടത്തും. അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കളും സ്ഥലം സന്ദർശിച്ചേക്കും. വിവരങ്ങളുമായി ഷബീർ ഉമറും യൂനസ് അഹമ്മദും ചേരുകയാണ്. യൂനസ് അഹമ്മദിലേക്ക്. യൂനസ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് റോഡ് തകർന്നത്. നിലവിലിപ്പോൾ ദേശീയപാതയുടെ അവസ്ഥ എന്താണ്? പൂർണ്ണമായി ഗതാഗതമൊക്കെ നിരോധിച്ചിരിക്കുകയാണോ? നാട്ടുകാർ ആരോപിക്കുന്നത് എന്താണ്? ദിവ്യ, ഇന്നലെ തന്നെ ഗതാഗതം പൂർണ്ണമായി ഈ ഭാഗത്ത് നിരോധിച്ചിരിക്കുകയാണ്. കാരണം വലിയൊരു അപകടമുണ്ടായി. ഇന്നലെ ഉച്ചയോടെ 2 മണിക്കാണ്, 2:15 അപകടമുണ്ടായത്. 3 വാഹനങ്ങൾ കുടുങ്ങി. ദേശീയപാതയിലെ ബൈപ്പാസിലെ മുകൾ ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു സർവീസ് റോഡിലേക്ക്. നമുക്ക് വലിയ അപകടമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് 3 വാഹനങ്ങൾ കുടുങ്ങി. നിസ്സാര പരിക്കുകളോടെ അവർ രക്ഷപ്പെട്ടെങ്കിലും വലിയ അപകടമാണ് ഉണ്ടായതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നാട്ടുകാർ ആരോപിക്കുന്നത് ദേശീയപാത അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിർമ്മാണമാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയതെന്നാണ്. നിരവധി തവണ പരാതി നൽകി. ആ പരാതി ദേശീയപാത അധികൃതർ അവഗണിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത് പാടമാണ്, കാരണം വെള്ളം നിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ നിർമ്മാണം ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പരാതി നൽകിയിട്ടും ദേശീയപാത അധികൃതർ പറഞ്ഞത് ഇത് അത്യാധുനിക സംവിധാനത്തോടെ നിർമ്മിക്കുന്നതാണ്, നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു ആശങ്കയ്ക്കും ഇടയില്ല, സുരക്ഷാ ഭീഷണിയില്ല എന്ന കാര്യമാണ് ദേശീയപാത അധികൃതർ വ്യക്തമാക്കിയത്. ഇത് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല. നാട്ടുകാർ ഇന്നലെ രാത്രി വരെ വലിയ പ്രതിഷേധമുണ്ടാക്കി. പ്രത്യേകിച്ച് റോഡ് ഉപരോധിച്ചു. ഇത് നിർമ്മാണ കമ്പനിയുടെ വാഹനം തടഞ്ഞു. വലിയ സംഘർഷത്തിലേക്ക് നാട്ടുകാരെത്തി. അതുപോലെ പോലീസ് എത്തിയാണ് ഇവരെ സംയമനം പാലിപ്പിച്ചത്. പോലീസ് എത്തിയാണ് ഇവരെ അനുനയിപ്പിച്ചത്. ഇവരോട് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് കലക്ടറുമായി നാട്ടുകാർ കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ ഈ ഉറപ്പ് പാലിക്കപ്പെടും. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ സംഘം കൊച്ചിയിലുള്ള ഈ ദേശീയപാത അധികൃതർ ഇവിടെ എത്തുന്നത്. 10 മണിയോടെ എത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ സംഘം എത്തി എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്, ഈ ഒരു സാഹചര്യം ഈ സംഘം പരിശോധിക്കും, വിശദമായി പരിശോധിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ സംഘം എത്തുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കാരണം ഒരുപാട് തവണ ഈ അധികൃതരോട് വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ ഈ സംഘത്തിനോട് വലിയ പ്രതിഷേധം ഈ നാട്ടുകാർക്കുണ്ട്, ദേശീയപാത അധികൃതരോട്. ആ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിന് നാട്ടുകാർ രംഗത്തുണ്ടാകും. വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ഒരുങ്ങുന്നത്.